നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. കേരളത്തിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. ഇന്നു മുതൽ 19-ാം തീയതി വരെ തെക്കൻ തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മന്നാർ, അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശബരിമല കൊള്ളയ്ക്ക് പിന്നാലെ പിണറായി സർക്കാർ നടത്തിയ ഭൂമിക്കൊള്ളയും പുറത്തു. റവന്യൂ രേഖകളിൽ പുറമ്പോക്ക് എന്ന് രേഖപ്പെടുത്തി പിണറായി സർക്കാർ തട്ടിയെടുത്തത് വിവിധ ഹൈന്ദവ ക്ഷേത്രങ്ങളുടെയും ദേവസ്വം ബോർഡുകളുടെയും ആയിരക്കണക്കിന് ഏക്കർ ദേവസ്വം ഭൂമി കൊള്ളയടിച്ചത് റീസർവേയുടെ മറവിൽ. കള്ളി പുറത്തായത് ഹൈവേ വികസനത്തിന് ഭൂമി ഏറ്റെടുത്തതോടെ ദേശീയ പാതാ വികസനത്തിന് കൊടുത്ത ക്ഷേത്ര ഭൂമിക്കുള്ള നഷ്ടപരിഹാരവും സർക്കാർ തട്ടിയെടുത്തു. തട്ടിപ്പ് മറയ്ക്കാൻ ദേവസ്വം കൈവശമുള്ള സർക്കാർ ഭൂമിയെന്ന് പരാമർശിച്ച് ഉത്തരവും ഇറക്കി. ദേവസ്വം ഭൂമി റവന്യൂ രജിസ്റ്ററിൽ ദേവസ്വം വക പണ്ടാര ഭൂമി എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കും. എന്നാൽ റീസേവയിൽ ഇത് പുറമ്പോക്കെന്ന് രേഖപ്പെടുത്തി. ഇതോടെ ക്ഷേത്രഭൂമി റവന്യൂ വകുപ്പിന്റേതായി. ഇത്തരത്തിൽ വിവിധ റീസർവേകളിൽ പാറശാല മുതൽ വടക്കൻ പറവൂർ ഗ്രൂപ്പിലെ പെരുവനം വരെയുള്ള അനവധി ദേവസ്വം ഭൂമിയുടെ റവന്യൂ രേഖകളിൽ സർക്കാർ പുറമ്പോക്കെന്ന് രേഖപ്പെടുത്തി റവന്യൂ വകുപ്പിലേക്ക് തട്ടിയെടുത്തു. ശബരിമല കൊള്ളയിൽ 2019-20 ദേവസ്വം ഭരണസമിതിക്കൊപ്പം കഴിഞ്ഞ ഭരണസമിതികൾക്കും പങ്കുള്ളതായി വ്യക്തമായതോടെ സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റ് PS പ്രശാന്തിനെ ചോദ്യം ചെയ്യാൻ SIT നീക്കം. കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ വാങ്ങിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച ചില നിർണായക വിവരങ്ങളെ തുടർന്നാണ് പ്രശാന്തിനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത്. PS പ്രശാന്ത് നിർബന്ധിച്ചതിനാലാണ് ദ്വാരപാലക പാളികൾ അഴിച്ചെടുക്കാൻ അനുജ്ഞ നൽകിയതെന്ന് തന്ത്രിയുടെ മൊഴിയും SIT പരിഗണിച്ചു. പ്രശാന്തിനെ ചോദ്യം ചെയ്യുമെന്നുറപ്പായതോടെ കഴിഞ്ഞ ഭരണസമിതിയിലേക്ക് അന്വേഷണം എത്താതിരിക്കാൻ സർക്കാർ നടത്തിയ സമ്മർദ്ദം പാഴാവുകയാണ്. താൻ സ്വർണം കെട്ടെന്ന് ആരോപിക്കാതിരിക്കാൻ കഴിയുമോ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീഷിനോട് ചോദിക്കണമെന്ന് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. VD സതീഷിനെതിരായ മാനനഷ്ട കേസ് കോടതി പരിഗണിച്ചപ്പോഴാണ് കടകംപള്ളി ഈ ആവശ്യം ഉന്നയിച്ചത്. ശബരിമല സ്വർണ്ണപ്പാളി കവർച്ചാ കേസിൽ ജീവനക്കാരെയോ രാഷ്ട്രീയ നേതാക്കളെയോ വിമർശിക്കുന്നതിന് താൻ എതിരല്ലെന്നും തന്നെ സ്വർണം കട്ടവനെന്ന് വിളിക്കരുതെന്നുമായിരുന്നു കടകംപള്ളിയുടെ അപേക്ഷ. ഇത്തരം ആരോപണം കേട്ട ശേഷം സ്വസ്ഥമായി വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയില്ലെന്നും കടകംപള്ളി പറഞ്ഞു. കടകംപള്ളിയുടെ ആവശ്യം പരിഗണിക്കാമോ എന്ന കോടതിയുടെ ചോദ്യത്തിന് ഇക്കാര്യം VD സതീഷിനോട് ചോദിച്ച ശേഷമേ പറയാൻ കഴിയൂ എന്ന് അഭിഭാഷകൻ അറിയിച്ചു. ഇറീഡിയം ലോഹം വിറ്റ് കോടികൾ കൊടുക്കുമെന്ന തട്ടിപ്പിൽ റിസർവ് പോലീസിന്റെ ചുമതലക്കാരനായ DYSPക്കും പണം പോയി. മലയോര മേഖലയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് 25 ലക്ഷം രൂപയാണ് തട്ടിപ്പുകാർ കൈവശപ്പെടുത്തിയത്. ഈ ഉദ്യോഗസ്ഥരെ വിവിധ യോഗങ്ങളിൽ പങ്കെടുപ്പിച്ച് കോടികൾ വാഗ്ദാനം ചെയ്തെങ്കിലും ഇതുവരെ കൊടുത്ത പണം പോലും തിരിച്ചു കൊടുത്തിട്ടില്ല. ഒരു വനിതാ SIയുടെ ബാങ്ക് ഉദ്യോഗസ്ഥനായ ഭർത്താവിൽ നിന്ന് തട്ടിപ്പുകാർ 10 ലക്ഷം രൂപ വരെ തട്ടിയതായും വിവരമുണ്ട്. മസാല ബോണ്ടിലെ ED നോട്ടീസിൽ കിഫ്ബിക്ക് ആശ്വാസം. മസാല ബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചതിൽ 3 മാസത്തേക്ക് സ്റ്റേ നൽകിയ ഹൈക്കോടതി ED അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റിയുടെ നോട്ടീസിനാണ് സ്റ്റേ നൽകിയിരിക്കുന്നത്. സ്ഥാനാർത്ഥികളുടെ നിര്യാണത്തെ തുടർന്ന് വോട്ടെടുപ്പ് മാറ്റിവെച്ച 3 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള പ്രത്യേക തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡ്, മലപ്പുറം ജില്ലയിലെ മുത്തേടം ഗ്രാമപഞ്ചായത്തിലെ പായമ്പാടം വാർഡ്, എറണാകുളം ജില്ലയിലെ പാമ്പാക്കൂട് ഗ്രാമപഞ്ചായത്തിലെ ഓണക്കൂർ വാർഡ് എന്നിവിടങ്ങളിലാണ് പ്രത്യേക തെരഞ്ഞെടുപ്പ് നടപ്പാക്കുക. ഈ വാർഡുകളിൽ നിലവിൽ സ്ഥാനാർത്ഥികളായവർ വീണ്ടും പത്രിക സമർപ്പിക്കേണ്ടതില്ല. തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്നതുവരെ മുത്തേടം, പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തുകളിൽ പൂർണ്ണമായും തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡിൽ മാത്രമായും മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കും. മലപ്പുറം പാണ്ടിക്കാട് പോലീസ് ഉദ്യോഗസ്ഥൻ ഓടിച്ച വാഹനമിടിച്ച് അപകടം. പാണ്ടിക്കാട് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനായ CPO OV രജീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഉദ്യോഗസ്ഥൻ മദ്യലഹരിയിലാണ് വാഹനം ഓടിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. ഇയാൾ സഞ്ചരിച്ചിരുന്ന കാറ് 3 വാഹനങ്ങളിൽ ഇടിച്ചാണ് നിർത്തിയത്. ഒരു കാറിലും 2 ഇരുചക്ര വാഹനങ്ങളിലുമാണ് ഇടിച്ചത്. അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് 8 മണിയോടെയാണ് സംഭവം. ഹിന്ദുക്കളെ പൈശാചികമായി പീഡിപ്പിക്കുകയും വംശഹത്യ ചെയ്യുകയും ചെയ്ത മാപ്പിള കലാപത്തിന് നേതൃത്വമേകിയ വാര്യംകുന്നത്ത് അഹമ്മദ് ഹാജിക്കെതിരെ നടത്തിയ പ്രസംഗത്തിന്റെ പേരിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികല ടീച്ചർക്കെതിരെ എടുത്ത കേസും തുടർ നടപടികളും ഹൈക്കോടതി 3 മാസത്തേക്ക് സ്റ്റേ ചെയ്തു. അഡ്വക്കേറ്റ് V സജിത് കുമാർ മുഖേന ശശികല ടീച്ചർ നൽകിയ ഹർജിയിലാണ് നടപടി. ജസ്റ്റിസ് CS ഡയസ് ആണ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഹിന്ദു വംശഹത്യ നടത്തിയ വാര്യംകുന്നനെ സ്വാതന്ത്ര്യസമര സേനാനിയായി ചിത്രീകരിക്കാനും മലപ്പുറത്ത് ഇയാൾക്ക് സ്മാരകം പണിയാനുമുള്ള ജില്ലാ പഞ്ചായത്ത് നീക്കത്തിനെതിരെ 2022 ഓഗസ്റ്റ് 31
കുന്നുമലിൽ നടന്ന പ്രതിഷേധ ധർണയിലാണ് ടീച്ചർ പ്രസംഗിച്ചത്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ തലശ്ശേരി സെഷൻസ് കോടതിയിൽ ഹർജി നൽകി. കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ACP രത്നകുമാറിന്റെ രാഷ്ട്രീയ ബന്ധം ചൂണ്ടിക്കാട്ടിയാണ് നവീൻ ബാബുവിന്റെ കുടുംബം ഹർജി നൽകിയിരിക്കുന്നത്. സർവീസിൽ നിന്ന് വിരമിച്ചതിന് പിന്നാലെ രത്നകുമാർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. ഡിജിറ്റൽ KTU സ്ഥിരം VC നിയമനത്തിൽ സർക്കാർ ഗവർണർ സമവായം. KTU VCയായി ഡോക്ടർ സിസ തോമസിനെ അംഗീകരിക്കണമെന്ന ഗവർണറുടെ ആവശ്യത്തിന് സർക്കാർ വഴങ്ങി. അതേസമയം സർക്കാർ നോമിനിയായ ഡോക്ടർ സജി ഗോപിനാഥിനെ ഡിജിറ്റൽ VCയായും ഗവർണർ അംഗീകരിച്ചു. നിയമന വിജ്ഞാപനം ലോക് ഭവൻ പുറത്തിറക്കി. സുപ്രീം കോടതി നിയോഗിച്ച റിട്ടയർഡ് ജസ്റ്റിസ് സുധാംശു ധൂലിയ അധ്യക്ഷനായ സെർച്ച് കമ്മിറ്റി സ്വന്തം നിലയിൽ തയ്യാറാക്കിയ VCമാരുടെ പട്ടിക നാളെ കോടതിക്ക് കൈമാറാനിരിക്കെയാണ് സർക്കാരും ഗവർണറും തമ്മിൽ ധാരണയായത്. സിസ തോമസിനെ അംഗീകരിക്കില്ലെന്ന വർഷങ്ങൾ നീണ്ട പിടിവാശി ഉപേക്ഷിക്കാൻ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഗവർണറുമായുള്ള കൂടിക്കാഴ്ചയിൽ തയ്യാറായി. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യയുടെ സൈനിക പ്രതികരണമായ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിവാദപരമായ പരാമർശങ്ങളുമായി കോൺഗ്രസ് നേതാവും മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയുമായ പൃഥ്വിരാജ് ചവാൻ പൂനെയിൽ ഒരു പത്രസമ്മേളനത്തിൽ സംസാരിക്കവേ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആദ്യ ദിവസം തന്നെ ഇന്ത്യക്ക് നിർണായക തിരിച്ചടി നേരിട്ടുവെന്ന് ചവാൻ അവകാശപ്പെട്ടു. ആദ്യ ദിവസം ഞങ്ങൾ പൂർണ്ണമായും പരാജയപ്പെട്ടു. അരമണിക്കൂർ നീണ്ടുനിന്ന വ്യോമാക്രമണത്തിൽ ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തപ്പെട്ടു. ആളുകൾ അത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതാണ് സംഭവിച്ചത്, ചവാൻ ആരോപിച്ചു. അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ഉടൻ തന്നെ രൂക്ഷമായ രാഷ്ട്രീയ പ്രതികരണങ്ങൾക്ക് കാരണമായി. കോൺഗ്രസ് നേതാവും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച വിവരണമാണ് ചവാൻ ആവർത്തിക്കുന്നതെന്ന് BJP ആരോപിച്ചു. അത്തരം പ്രസ്താവനകൾ സായുധ സേനയെ ദുർബലപ്പെടുത്തുകയും ശത്രുതാപരമായ പ്രചാരണത്തിന് വിശ്വാസ്യത നൽകുകയും ചെയ്യുന്നുവെന്ന് പാർട്ടി നേതാക്കൾ ആരോപിച്ചു. സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ ആക്രമണം നടത്തിയ പ്രതികളിൽ ഒരാളായ സാജിദ് ഭാരതീയനെന്ന് റിപ്പോർട്ട്. പ്രതികൾ ഫിലിപ്പീൻസ് സന്ദർശിച്ചത് ഭാരതീയ പാസ്പോർട്ട് ഉപയോഗിച്ചാണ്. സാജിദ് അക്രം ഹൈദരാബാദ് സ്വദേശിയാണെന്ന് തെലങ്കാന സർക്കാർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നവീദിന്റെ അച്ഛൻ സാജിദ് അക്രം 1998 വിദ്യാർത്ഥി വിസയിൽ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറി. തുടർന്ന് യൂറോപ്യൻ വംശജയായ വെനേര ഗ്രോസോയെ വിവാഹം കഴിച്ചു. ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസമാക്കി. ദമ്പതികൾക്ക് 2 മക്കളുണ്ട്. 2022 സാജിദ് അവസാനമായി ഭാരതം സന്ദർശിച്ചത്. ഇന്ത്യയിലെ ബന്ധുക്കളിൽ നിന്ന് ലഭ്യമായ വിവരങ്ങളനുസരിച്ച് കഴിഞ്ഞ 27 വർഷമായി ഹൈദരാബാദിലുള്ള തന്റെ കുടുംബവുമായി സാജിദ് അക്രത്തിന് പരിമിതമായ ബന്ധമേ ഉണ്ടായിരുന്നുള്ളൂ. ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയ ശേഷം 6 തവണയാണ് ഇന്ത്യയിലെത്തിയത്. സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രായമായ മാതാപിതാക്കളെ സന്ദർശിക്കുക തുടങ്ങിയ കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലായിരുന്നു സന്ദർശനങ്ങൾ. പിതാവിന്റെ മരണസമയത്ത് പോലും സാജിദ് ഇന്ത്യയിലേക്ക് എത്തിയിരുന്നില്ല. അപൂർവമായൊരു പ്രവൃത്തിയിൽ ജോർദാൻ കിരീടാവകാശി അൽ ഹുസൈൻ ബിൻ അബ്ദുള്ള രണ്ടാമൻ നേരിട്ട് ചൊവ്വാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ജോർദാൻ മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ ഇതാ എത്യോപ്യൻ പ്രധാനമന്ത്രി മോദിയെ ആഡിസ് അബാബ വിമാനത്താവളത്തിൽ സ്വാഗതം ചെയ്യുകയും ഹോട്ടലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. യാത്രാമധ്യേ എത്യോപ്യൻ പ്രധാനമന്ത്രി മോദിയെ സയൻസ് മ്യൂസിയത്തിലേക്കും ഫ്രണ്ട്ഷിപ്പ് പാർക്കിലേക്കും കൊണ്ടുപോകാൻ പ്രത്യേകം മുൻകൈയെടുത്തു. പക്ഷേ അത് യാത്രാ പരിപാടിയിൽ ഇല്ലായിരുന്നു. ഇന്ത്യയുടെ സിവിൽ ആണവ ചട്ടക്കൂടുകളിലെ ഒരു പ്രധാന അഴിച്ചുപണിയുടെ സൂചന നൽകുന്ന സുസ്ഥിരമായ ഹാർഡനൈസിംഗ് ആൻഡ് അഡ്വാൻസ്മെന്റ് ഓഫ് ന്യൂക്ലിയർ എനർജി ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ശാന്തി ബിൽ 2025 സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ആണവോർജ്ജത്തിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന സംസ്ഥാന കുത്തക അവസാനിപ്പിക്കാനും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം സാധ്യമാക്കാനും ബില്ല് ലക്ഷ്യമിടുന്നു. 3 ദിവസം മുമ്പ് സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ ലയണൽ മെസ്സിയുടെ ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട പ്രകടനത്തിനിടെ ഉണ്ടായ അരാജകത്വത്തിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പശ്ചിമബംഗാൾ കായിക മന്ത്രി അരൂപ് ബിസ്വാസ് ചൊവ്വാഴ്ച രാജിവെച്ചു. തായ്ലൻഡിൽ നിന്ന് ഡൽഹിയിലേക്ക് തിരികെ കൊണ്ടുവന്ന ഗോവയിലെ അർപ്പോറയിലെ ബിർച്ച് ബൈ റോമിയോ ലൈൻ നൈറ്റ് ക്ലബിന്റെ ഉടമകളായ ഗൗരവ്, സൗരഭ് ലുത്ര എന്നിവരെ ഗോവ പോലീസിന് കൈമാറി സംസ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുപോകുന്നു. ബുധനാഴ്ച രാവിലെ ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് 2 സഹോദരന്മാരുടെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഗോവയിലേക്ക് കൊണ്ടുപോകുന്നതിന് പോലീസുകാരുടെ വലയത്തിൽ മുഖം മറച്ചുകൊണ്ട് തലതാഴ്ത്തി പോകുന്ന ലുത്ര സഹോദരന്മാരെ ഇതിൽ കാണാം. സിറിയ ഉൾപ്പെടെ 7 രാജ്യങ്ങളിലെ പൗരന്മാരെയും പാലസ്തീൻ അതോറിറ്റിയുടെ പാസ്പോർട്ട് കൈവശമുള്ളവരെയും US-ൽ പ്രവേശിക്കുന്നത് വിലക്കി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US-നെ ഭീഷണിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിദേശികളെ നിരോധിക്കാനാണ് ട്രംപിന്റെ നീക്കമെന്ന് വൈറ്റ് ഹൌസിന്റെ വിശദീകരണം. ആഫ്രിക്കയിലെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളായ ബുർക്കീന ഫാസോ, മാലി, നൈജർ, സിയറ ലിയോൺ, ദക്ഷിണ സുഡാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്കും തെക്കുകിഴക്കൻ ഏഷ്യയിലെ ലാവോസിൽ നിന്നുള്ളവർക്കുമാണ് സിറിയയെ കൂടാതെ പ്രവേശന വിലക്ക് പുതുതായി ഏർപ്പെടുത്തിയിരിക്കുന്നത്. നൈജീരിയ, കരീബിയൻ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ പൗരന്മാർക്ക്
ട്രംപ് ഭാഗിക യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ടെന്നാണ് വൈറ്റ് ഹൌസ് പറയുന്നത്. ഫോക്സ് വാഗൺ ഈ ആഴ്ച ഡെസ്ട്രൺ പ്ലാന്റിലെ വാഹന ഉൽപാദനം നിർത്തും. കമ്പനിയുടെ 88 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ജർമ്മനിയിലെ ഒരു ഉൽപാദന കേന്ദ്രം അടച്ചുപൂട്ടുകയാണെന്ന് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. വെനൻസിലേക്ക് മേലുള്ള സമ്മർദ്ദം വർദ്ധിച്ചുകൊണ്ടിരിക്കെ കാരക്കാസിൽ പ്രവേശിക്കുകയും അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന എല്ലാ അംഗീകൃത എണ്ണ ടാങ്കറുകളും പൂർണ്ണമായും ഉപരോധിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടു. കുറ്റകൃത്യങ്ങൾ, ഭീകരവാദം, മനുഷ്യക്കടത്ത് എന്നിവയ്ക്ക് പണം കണ്ടെത്തുന്നതിനായി പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയുടെ സർക്കാർ മോഷ്ടിച്ച എണ്ണ സമ്പത്ത് ഉപയോഗിക്കുന്നതായി ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ ഒരു പോസ്റ്റിൽ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.